ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ 3 തലങ്ങളിൽ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത് ക്രിസ്തുവിലുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം. അതായത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ദൈവമായിരുന്നു, മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അവിടുന്ന് സകല മാനവരാശിക്കും വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുന്ന് അവിടുത്തെ പരിപാവനമായ രക്തം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി ഒഴുക്കിത്തന്നു. ആ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം, അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി എന്നുള്ളതായ വിശ്വാസം, അവിടുത്തെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം, അവിടുത്തെ വകയായി ഞാൻ തീർന്നിരിക്കുന്നു, അവിടുത്തെ മകനായി മകളായി ഞാൻ മാറിയിരിക്കുന്നു എന്നുള്ള അടിയുറച്ച വിശ്വാസം. ഈ വിശ്വാസമാണ് വാസ്തവത്തിൽ നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്നത്. രണ്ടാമത് ദൈവവചനത്തിലുള്ള വിശ്വാസമാണ്. ദൈവശ്വാസീയമായ വചനം വിശ്വസിക്കുവാൻ മതിയായതാണ്. അതുമാത്രമാണ് വിശ്വാസയോഗ്യമായിട്ടുള്ളത്. ആ വചനത്തിലുള്ളതായ വിശ്വാസം ക്രിസ്തീയതയുടെ അടിസ്ഥാനം തന്നെയാണ്. മൂന്നാമത് നാം ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിച്ചു എന്നുള്ളതായ വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വാസവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ 3 വിധത്തിലുള്ള വിശ്വാസങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവലം ലോക മനുഷ്യർ നയിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ലോകത്തിൽ കാണുന്ന സകലമാന ക്രിസ്ത്യാനികളെയുമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളാരാണ്? അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കളാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവർ മാത്രമാണ് ക്രിസ്ത്യാനികൾ. ലോകപ്രകാരം അനേകരെ നാം ക്രിസ്ത്യാനികൾ എന്ന് പറയാറുണ്ട്. ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളെ നാം ക്രിസ്ത്യാനികളായി കരുതുന്നു. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ക്രിസ്ത്യാനി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തി, ദൈവവചനത്തിൽ നന്നായി വിശ്വാസമുള്ള വ്യക്തി, വചനം എന്തൊക്കെയാണോ നമ്മോട് പറയുന്നത് അത് സ്വീകരിക്കുവാനും അത് ധ്യാനിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തയ്യാറുള്ളതായ ഒരു വ്യക്തി. അതേപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തോട് ദൈവഹിതത്തിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി. അങ്ങനെ 3 വിധത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി. അല്ലാത്ത ക്രിസ്ത്യാനികളെല്ലാം നാം നാമധേയ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണ്. എന്നാൽ വിശ്വാസം കൊണ്ട് അവർ ക്രിസ്ത്യാനികളല്ല. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ്. തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംസാരങ്ങളിലെല്ലാം തന്നെ വിശ്വാസത്തെ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. വിശ്വാസമില്ലാതെ ഒരു വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് പറയുമ്പോൾ ഏറ്റവും വലിയ വിശ്വാസി ആരാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആരാണ് ഏറ്റവും വലിയ വിശ്വാസി? ഉത്തരം ഒന്നേ ഉള്ളൂ, അത് പിശാചാണ്. വലിയവനായ ദൈവം ഏകനാണെന്നും ആ ഏക സത്യദൈവം അതിഭയങ്കരനാണെന്നും സർവശക്തനാണെന്നും വിശ്വസിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 2-ാം അധ്യായം 19-ാം വാക്യം, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. നോക്കുക, പിശാച് ഏറ്റവും വലിയ വിശ്വാസിയാണ്. ദൈവം ഏകൻ എന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നവൻ പിശാചാണ്. ഈ പിശാചിനോളം ഭയം നമുക്കില്ല. കാരണം പിശാചിന് ദൈവത്തിൻ്റെ ശക്തിയെ നന്നായിട്ട് അറിയാവുന്നവനാണ്. അതുകൊണ്ടാണ് പിശാചുക്കൾ ദൈവമെന്ന് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നു. പക്ഷേ നാമും പിശാചുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? പിശാചിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ഏകനെന്ന്
അവൻ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു, എന്നാൽ അവൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ അവന് സാധ്യമല്ല എന്നുള്ളതത്രേ. അവൻ എന്ത് ചെയ്താലും ആ പ്രവൃത്തിയിലൂടെ അവൻ്റെ വിശ്വാസം വെളിവാകുന്നില്ല. അതവന് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അവൻ്റെ വിശ്വാസം ഒന്ന്, പ്രവൃത്തി മറ്റൊന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നമ്മോട് പറയുന്നത്, നാം വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുമ്പോൾ തന്നെ പ്രവൃത്തിയിലൂടെയും അത് കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസം വെളിവാകണം. അല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ഒന്നും പ്രവൃത്തി മറ്റൊന്നുമാണെങ്കിൽ പിശാചിനോട് നാം തുല്യരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാവുകയും അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസം കാണിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസിയാകുമ്പോൾ ആ വിശ്വാസിയെ സംബന്ധിച്ചുള്ള 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം. രണ്ടാമത്, വചനത്തിലുള്ളതായ വിശ്വാസം. മൂന്നാമത്, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്നുള്ളതായ വിശ്വാസം. അതും നാം ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്നുള്ളതായ വിശ്വാസം. ഈ 3 കാര്യങ്ങൾ അതേപോലെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ട്, അടിയുറച്ച വിശ്വാസമുണ്ട്. വചനത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്? വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. നാം പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതിന് 2 വിധ കാരണങ്ങളാണുള്ളത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നാം പലപ്പോഴും യാചിക്കുന്നത് നമ്മുടെ ഭോഗങ്ങൾക്ക് വേണ്ടി. നാം വല്ലാതെ യാചിക്കുന്നു, ദൈവഹിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നാം ചെന്ന് അപേക്ഷിക്കുമ്പോൾ ദൈവഹിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പിതാവ് അറിയുന്നുണ്ട്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം യാചിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസത്തോടു കൂടെയാണ് നാം പ്രാർത്ഥിക്കേണ്ടുന്നത്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ആ ഒരു കാര്യവും വളരെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായം 15-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നോക്കുക, ദീനക്കാരനെ രക്ഷിക്കുവാനായി ഉള്ള പ്രാർത്ഥന എന്താണ്? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. കർത്താവ് സൗഖ്യം തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസത്തിലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. അതും ദൈവഹിതത്തിലുള്ളതായ പ്രാർത്ഥനയായിരിക്കണം എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. 3-ാമത്തെ കാര്യം, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. ഇതേ കാര്യം തന്നെയാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതിങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് രാവിലെ ഈ ധ്യാന ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്നുള്ളത് ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിലുള്ളതായ വിശ്വാസം, അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ ആവശ്യങ്ങൾ എന്നേക്കാൾ മുൻപേ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ
ആ ദൈവഹിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ കർത്താവ് എൻ്റെ ആവശ്യം നിറവേറ്റി തരും എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൽ ഒട്ടും ബലഹീനരാകാതെ കർത്താവ് നമ്മെ സഹായിക്കുന്നവനാണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇന്നത്തെ ദിവസം മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് എല്ലാവരും ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുത്തെ സന്നിധിയിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അതിലൊന്നും അവിശ്വസിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, പിശാച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവരുന്ന അന്യചിന്തകളെല്ലാം മാറ്റിയിട്ട് ദൈവവചനത്തിൻ്റെ ആഴത്തിൽ വേരൂന്നി കർത്താവെ അടിയുറച്ച വിശ്വാസമുണ്ടാകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ഹിതത്തിന് അനുസരണമായിട്ട് യാചിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ കർത്താവെ, അവിടുത്തെ ഹിതത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ചു, ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ, അങ്ങനെ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നത് കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. അവിടുന്ന് അവരെ സന്ദർശിച്ചാട്ടെ കർത്താവെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.